നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് നമുക്ക് എടുക്കാൻ പറ്റിയേക്കും. കണക്റ്റായിട്ടുണ്ട്. പിക്ചർ തെളിഞ്ഞ ഭാഗ്യം. നമുക്ക് തുടക്കം മുതൽ ആവശ്യമുണ്ടോ? സംഭവം നടന്ന സമയത്ത് മാത്രം പോരെ? ഡേറ്റ് വെച്ച് പിടിക്കാം. അത് വേണ്ട വിനയ, ക്യാമറ വെച്ചിട്ട് അധികം ആയില്ലല്ലോ. ഇതിൽ നിന്ന് കിട്ടാവുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണാം. അതെ, ഇതിനു മുമ്പ് എന്തെങ്കിലും ശ്രമങ്ങൾ നടന്നുകൂടി അറിയാലോ. ഒരു ഗ്യാസ് ലീക്കായ സംഭവം കൂടി കണ്ടുപിടിക്കാനുണ്ട്. ശരി, നോക്കാം. തീരെ ഇമ്പോർട്ടൻസ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഫാസ്റ്റ് അടിച്ച് പോവാം. എനിക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാ. എന്റെ വിനയ, ചീരുന്റെ ഡെലിവറിക്ക് മുൻപ് നിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കും. പോരെ? ഒരു വിവരം അറിയാൻ പറ്റുന്നില്ലല്ലോ ഹർഷേ. അതെ, നിനക്കൊന്നുകൂടി ആ SI ഒന്ന് വിളിക്കാൻ പറ്റുമോ? നോക്ക ആൻറ്റി, ഞാനാണെങ്കിൽ അയാൾക്ക് പേരും അഡ്രസ്സും ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ. അതാ ഒരു ടെൻഷൻ. നമുക്ക് അല്പസമയം കൂടി വെയിറ്റ് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ പ്രകാരം പോലീസ് അനുപമയെ കസ്റ്റഡിയിലെടുത്തെങ്കിൽ ആ SI എന്നെ വിളിച്ച് പറയേണ്ടതാ. മോളെ മോളെ, ചായ. ആന്റി വന്നിട്ട് എത്ര സമയമായി കുഞ്ഞമ്മേ? ഇപ്പോഴാണ് ഒരു ചായ കൊണ്ടുവരാൻ തോന്നിയത്. കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു വർഷമോളെ. അതിനുശേഷം മോന് പാല് കൊടുത്ത് രവി സാറിന്റെ കൂടെ അപ്പുറത്തെ മുറിയിൽ കിടത്തിയിട്ടാ ഞാൻ വരുന്നത്. മോനിന്ന് രവിയേട്ടന്റെ കൂടെ തന്നെ നിൽക്കട്ടെ. രവിയേട്ടൻ ഇന്ന് വേറെങ്ങും പോകാനില്ലല്ലോ അല്ലേ? അത് ഞാനാണോ ഹർഷ ചോദിക്കണ്ടേ? ഭർത്താവിന്റെ പോക്കും വരവും ഒക്കെ ഭാര്യയല്ലേ അന്വേഷിക്കേണ്ടത്? അതെങ്ങനെയാ? സുശീൽ ആന്റി എന്നെ കാണാൻ വരുന്ന ദിവസം രവിയേട്ടൻ എന്നോട് പ്രതിഷേധിച്ച് മാറി നിൽക്കല്ലേ പതിവ്. എനിക്ക് അങ്ങോട്ട് എന്ന് രവിയേട്ടന്റെ പ്രോഗ്രാം എന്തൊക്കെയാന്ന് ചോദിക്കാനും പറ്റില്ല. ശരി മോളെ, എന്നാ ഞാൻ ചോദിച്ചു നോക്കാം. ചിലപ്പോഴേ ഈ രവി സാറ് മാറി നിൽക്കുന്നത് നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഒരു തടസ്സമാകണ്ടെന്ന് കരുതിയായിരിക്കും. അല്ല, ഒരു കണക്കിന് നിങ്ങൾക്കും അതല്ലേ നല്ലത്? അല്ല, അതെന്താ കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞത്? ഞങ്ങളെന്താ ഇവിടെ വല്ല ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുവാണോ? ഞാനെങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സുശീലേ. നീ വല്ലപ്പോഴും അല്ലേ ഹർഷയെ കാണാൻ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വല്ല മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേറെ ആരും ഇങ്ങോട്ട് കടന്നു വരാതിരിക്കുന്നതല്ലേ നല്ലത്? കുഞ്ഞമ്മ ഇപ്പൊ ഈ വീട്ടിലൊരു അംഗത്തെ പോലെയായി. ഓ, എവിടെ ചെന്നാലും അവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ് പണ്ടേ കുഞ്ഞമ്മയ്ക്കുണ്ടല്ലോ. പണ്ടത്തെ കുഞ്ഞമ്മയെ നീ ഇപ്പോഴും മറന്നിട്ടില്ല. നന്നായി സുശീലേ. വന്ന വഴിയൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാനെങ്ങനെയാ, മനസ്സിൽ എന്തെങ്കിലും ഒരു അഹങ്കാരം കയറിക്കൂടുമ്പോ ഞാൻ ഉടനെ പഴയ കാര്യങ്ങളങ്ങ് ഓർക്കും. നമ്മൾ എന്തോരം ചുഴിയും തിരയും കടന്നു വന്നവരല്ലേ. അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ മനസ്സിലേക്ക് തികട്ടി വരുമ്പോ എല്ലാ അഹങ്കാരവും അതോടെ ശമിക്കും. മതി കുഞ്ഞമ്മേ, നിങ്ങളുടെ ആത്മീയ പ്രഭാഷണമൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. പിന്നെ ഉച്ചയ്ക്ക് ഊണിന് ആന്റി കൂടെ ഉണ്ടാവും. പോയി അതിനുവേണ്ട കാര്യങ്ങൾ നോക്ക്.
ഓ ആയിക്കോട്ടെ. ഉം. അല്ല സുശീലയ്ക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഉം. വാതിലടയ്ക്കണോ? ഓ അല്ല വേണ്ട, അടച്ചേക്കാം.